അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇത്തിരി നേരം പറയാനുള്ളത് അത് നിങ്ങളൊന്ന് കേൾക്കണം. പ്രത്യേകിച്ച് പിന്നെ സ്ഥിരമായിട്ട് വീഡിയോ കാണാത്ത നമ്മളോട് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ സ്ഥിരം വീഡിയോ കാണുന്നവർ ഓടിച്ചു വിട്ട് കാണരുത്, വീഡിയോ ഒന്ന് കാണണം. അങ്ങനെ എല്ലാ ജോലികളും കഴിഞ്ഞു, മുട്ടയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വന്ന് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. കാരണം അല്ലാണ്ട് ഇപ്പോൾ കുളിയും കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അല്ലാണ്ടിപ്പോൾ വീഡിയോ പകലെടുക്കാൻ ഞാൻ കുറേ നോക്കി. ഒന്ന് പട്ടികളുടെ കുര, കോഴികൾ കിടന്ന് അലയ്ക്കും. എന്നെ കാണുമ്പോഴേ ഇതുങ്ങളെല്ലാം ബഹളം വെച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. രാത്രി വലിയ പ്രശ്നമില്ല. അതൊക്കെ കഴിഞ്ഞൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഈ മഴ, അപ്പോൾ നമ്മൾ ഈ കൊച്ചു ഷെഡിലാണ് കിടക്കുന്നതെന്ന് അറിയാമല്ലോ, അപ്പോൾ ഇതിൻ്റെ മേലേക്ക് മഴവെള്ളം വീഴുന്നതിൻ്റെ ഒച്ച അത് വേറെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരുപാടെന്നല്ല എല്ലാവരും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരല്ലേ. പലരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ തന്നെയാണ്. നമുക്കെല്ലാം എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാക്കി വരുമാനം കണ്ടെത്തി അതിൽ നിന്ന് ജീവിച്ചേ നമുക്ക് പറ്റൂ. പല സാഹചര്യത്തിലുള്ളവരാണ് നമ്മൾ. ചിലർക്ക് പാരമ്പര്യമായിട്ട് എല്ലാ സമ്പത്തും ഉണ്ടാവാം. ചിലർക്ക് എന്നും, അതായത് ഓർമ്മ വെച്ച കാലം മുതൽ അവസാന കാലം വരെ കഷ്ടപ്പെട്ട് ഒന്നും സമ്പാദിക്കാൻ പറ്റാണ്ട് വാടക വീട്ടിലും അല്ലെ ബുദ്ധിമുട്ടിലും ദാരിദ്ര്യം മാത്രം അനുഭവിച്ച് ജീവിക്കുന്നവരുണ്ടെന്നാൽ ആജീവനാന്തം ഒരു ബുദ്ധിമുട്ടും അറിയാണ്ട് ജീവിക്കുന്നവരുമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് വീട്ടമ്മമാർ, പെൺകുട്ടികൾ, ആണുങ്ങളായാലും ആരായാലും സോഷ്യൽ മീഡിയ വഴി എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ളൊരു മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് പെടുന്നവരാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം, പല യൂട്യൂബേഴ്സും പല ബ്രാൻഡുകൾ ഓപ്പൺ ചെയ്യുക, തുണികളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ ജ്വല്ലറിയോ പെർഫ്യൂമോ അങ്ങനെ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നവരായിരിക്കാം. അങ്ങനെ എനിക്കെന്താ പറയുന്നത്, ഞാനിവിടെ അറിയാം, എന്നെ അറിയാവുന്നവർക്കറിയാം, അല്ലാത്തവരോട് പറയട്ടെ. ഞാനിവിടെ സീതത്തോട്, പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടെന്ന് പറഞ്ഞ പഞ്ചായത്തിൽ ഇവിടെ ഒരു കോഴി ഫാമൊക്കെ നടത്തി പശുവും പോത്തും എൻ്റെ കുറേ പട്ടികളും ഒക്കെ ആയിട്ട് ഞാനിവിടെ സ്വസ്ഥമായി കുറേ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്നൊരു വ്യക്തിയാണ്. ടീച്ചറായിരുന്നു. ഇപ്പോൾ എനിക്കിഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് പ്രകൃതിയോടും എൻ്റെ നാടിനോടും ഇണങ്ങിച്ചേർന്ന് അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്തി എൻ്റെ സന്തോഷം മറ്റുള്ളവരെ അറിയിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തെ ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ വഴിയും കൂടെ എല്ലാവരെയും കണ്ടും പരിചയപ്പെട്ടും മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ ലോകം ഇതാണ്. പുറമുള്ള ഒരുപാട് ലോകം കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഞാൻ എന്തൊക്കെ കണ്ടിട്ടും എന്തെല്ലാം ചെയ്തിട്ടും എനിക്ക് ഇഷ്ടം എൻ്റെ നാടാണെന്നും എൻ്റെ വീട്ടുകാരെ എനിക്കറിയാവുന്നവരും അങ്ങനെ ഇങ്ങനെ ഇവിടെ പറ്റിപ്പിടിച്ച് ചേർന്ന് നിൽക്കാനാണ് എനിക്കിഷ്ടം എന്നുള്ളൊരു തിരിച്ചറിവിലാണ് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ പല വീഡിയോസ് ഇടാറുണ്ട്. അങ്ങനെ ഇട്ട ഒരു വീഡിയോയിൽ നമ്മൾ മഞ്ഞൾ പുഴുങ്ങി ഉണങ്ങി പൊടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് എൻക്വയറി വന്നു, മഞ്ഞൾ പിന്നെ ആവശ്യപ്പെട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഈ വിഷമുള്ള പച്ചക്കറികളോ അല്ലെ വിഷമുള്ള എന്തിനേയും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മഞ്ഞൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് കഴുകുകയും നമുക്ക് മഞ്ഞൾ ഇടുമ്പോൾ ഒരു വിശ്വാസമുണ്ട് അത് ചീത്തയല്ല, അത് ശരിയായി എന്നുള്ളത്, ഉപ്പായാലും മഞ്ഞളായാലും. പക്ഷേ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന മഞ്ഞളിൽ തന്നെ വിഷമുണ്ടെന്നുള്ളത് ഒരുപാട് പേർക്കറിയാം അല്ലേ. അപ്പോൾ ഇത്ര എൻക്വയറി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ഇത് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ളത് കൊടുത്തു. പക്ഷേ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ബൾക്കായിട്ടുള്ള ഓർഡർ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മാത്രം പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പറമ്പിനോട് ചേർന്നുള്ളവരും നമ്മളുടെ നാട്ടിലുള്ള പലരുടെ കയ്യിൽ നിന്നും മഞ്ഞൾ വാങ്ങി നമ്മൾ പുഴുങ്ങി ഉണങ്ങി പൊടിച്ച് വേണ്ടവർക്ക് കൊടുത്തോണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും അത് നടക്കുന്നു. അതിനപ്പുറത്തേക്ക് വീട്ടിലുള്ള പച്ചക്കറി, മുട്ട, അങ്ങനെ വേറെ പല വെളിച്ചെണ്ണ, അങ്ങനെ പല നമ്മളെ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ. ഉള്ളത് ആവശ്യക്കാരെ ആഗ്രഹിക്കുന്നതനുസരിച്ച് ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ അയച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എന്നെപ്പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ നാട്ടിൽ തന്നെയുള്ള ഒരുപാട് പേർക്ക് അതൊരു വരുമാനമായി. ഞാനൊരു നിമിത്തം, അല്ല ഞാനൊരു മീഡിയ മാത്രം. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒരുപാട് പേര് ഇതിൻ്റെ പിന്നിൽ അവർക്ക് കൂടുതൽ ഉത്സാഹമായി കൃഷി ചെയ്യാനും പറ്റും. അപ്പോൾ കുറേ പേരുടെ ഉപജീവന മാർഗമായിട്ട് ഇത് മാറി. അപ്പോൾ ഇത്ര എന്താ പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, ഇതുപോലെ മറ്റൊരു സംരംഭം ഞാൻ പണ്ട് തൊട്ടേ ചെയ്തതാണ്. നമ്മുടെ ഫാം ടൂറിസം എന്നും പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേ ചെയ്ത് ഇവിടെ താമസിച്ചുകൊണ്ട് നമ്മൾ തന്നെ ഭക്ഷണം സെർവ് ചെയ്തു എല്ലാം ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ. പക്ഷേ അതിൽ എല്ലാ കാര്യവും എനിക്ക് പറ്റും. പക്ഷേ സ്റ്റേ ചെയ്യാനുള്ള അതായത് ഒരു ഹോം സ്റ്റേ പണിയാനുള്ള സാമ്പത്തികം ഇതുവരെ നടക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സീതത്തോട് തന്നെ ഒരുപാട് പ്രവാസികളൊക്കെ നാട്ടിൽ വരുമ്പോൾ അവരുടെ ആഗ്രഹമാണ് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഈ വെള്ളച്ചാട്ടമൊക്കെ കാണണം, നാടും വീടും ഒക്കെ ഒന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഇതൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വരുന്ന 23-ാം തീയതിക്ക് നമ്മുടെ നാട്ടിലൊരു
മീറ്റപ്പ് പോലെ താല്പര്യമുള്ള കുറച്ച് പേർക്ക് വരാം, ഫാമിലിയായിട്ടൊക്കെ വന്ന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത്. അപ്പോൾ ഈ വീട്ടിൽ പറ്റില്ല, പക്ഷേ പറ്റുന്നിടത്തേക്ക് നമ്മൾ സ്റ്റേ അറേഞ്ച് ചെയ്തിട്ട് നമ്മളും ഉണ്ടാവും അവിടെ. അല്ലാണ്ട് നമ്മൾ അവരെ എവിടെയെങ്കിലും പറഞ്ഞു വിട്ടിട്ട് നമ്മൾ വീട്ടിൽ ഇരിക്കലല്ല, നമ്മളും അവരോടൊപ്പം ഉണ്ടാവും. അങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു. പിന്നെ എനിക്കിതിൻ്റെ പ്രൊഫഷണലി ഇതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കില്ല. ഇതിലെന്തൊക്കെ റിസ്ക് ഉണ്ട്, ഇതിലെന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല. അപ്പോൾ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും, ഞാൻ മലേഷ്യയിലും കാശ്മീരിലും ലക്ഷദ്വീപിലും ഒക്കെ ആളുകളെ ട്രിപ്പിന് കൊണ്ടുപോകാറുണ്ട്, നമ്മൾ കൂടെ പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ചെയ്തു തരുന്നത് എറൗണ്ട്സിലെ, അതായത് എറൗണ്ട്സ് എന്നും പറഞ്ഞൊരു ട്രാവൽ കമ്പനി. അത് ശരിക്കും അവർക്ക് അങ്ങനെ ഒരു കമ്പനി മാത്രം വെച്ച് ജീവിക്കുന്ന ആൾക്കാരല്ല, ഒരു പാഷനായിട്ടൊരു ഹസ്ബൻഡ് വൈഫ്, അതായത് സൈന സമദ്, ഇവരൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു ട്രാവൽ കമ്പനിയാണ് എറൗണ്ട്സ്. അവർ, അതായത് ഞാനും അവരും ചേർന്നിട്ടാണ് ഈ ട്രിപ്പ് നടത്തുന്നത്. അപ്പോൾ ഒരു ഏജൻസിക്ക് അപ്പുറത്തേക്ക് ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, അതായത് കുഞ്ഞാവ, ഞങ്ങളെ ഫാമിലി, പിന്നെ സമദ്, സൈന, നമ്മളൊക്കെ തമ്മിലൊരു പേഴ്സണൽ റിലേഷൻ അവിടെയുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഈ സീതത്തോടേക്കുള്ളൊരു ട്രിപ്പ് വന്നപ്പോൾ അതൊരു പ്രൊഫഷണൽ ടച്ച് വരാൻ വേണ്ടിയിട്ട് എറൗണ്ട്സുമായിട്ട് ചേർന്നിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം എൻ്റെ കാര്യങ്ങൾ അറിയാവുന്നവർക്കറിയാം, ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പറമ്പിലെല്ലാം നടന്ന് പണിയും കഴിഞ്ഞ് മഴയും കഴിഞ്ഞ് വീട്ടിൽ കയറുമ്പോഴത്തേക്ക് രാത്രിയാവും. പിന്നെ എനിക്ക് ആരുടെയും കോൾ അറ്റൻഡ് ചെയ്യാനോ ഇതൊന്നും ഒന്ന് ചെയ്തെടുക്കാനോ ഒന്നും എനിക്കതിനുള്ള ടൈമില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ റൗണ്ട്സിലെ സൈനേനെ ഏൽപ്പിച്ചു. ഇത് ഒരു പ്രോഗ്രാം, അതായത് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യാനും. ഞാനുണ്ടാവും, ഞാൻ എല്ലാം ചെയ്യും, സംഭവമൊക്കെ ഓക്കെ. പക്ഷേ ആരാണ് വരുന്നതെന്നുള്ളത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കണമല്ലോ, കാരണം ഫുഡും താമസവും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്തു, സൈനേൻ്റെ ട്രാവൽ കമ്പനീൻ്റെ നമ്പറാണ് നമ്മൾ കൊടുത്തത്. അതായത് സൈനയുടെ പേഴ്സണൽ നമ്പറല്ല, ട്രാവൽ കമ്പനീൻ്റെ നമ്പറാണ് കൊടുത്തത്. അതാകുമ്പോൾ അവർ കോൾ അറ്റൻഡ് ചെയ്യും, എത്ര പേരാണ് വരുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ, ആരൊക്കെയാണെന്നുള്ളതെല്ലാം ചെയ്യും. കാരണം ഇല്ല, എനിക്കിതിനുള്ള ടൈം കിട്ടത്തില്ല, പേഴ്സണലായിട്ട് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല. എനിക്ക് ഈ മുട്ടക്കച്ചവടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഫുൾ ടൈം ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, കുറേ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ എല്ലാ തിരക്കും മാറ്റിവെച്ച് വരാൻ തയ്യാറായപ്പോൾ മറ്റു ചില ആളുകൾ ഇത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നോക്കുമ്പോൾ എന്താണ്, ഒരു പെൺകുട്ടി വേണ്ട, ഒരു സ്ത്രീ വന്നിരുന്നുകൊണ്ട് നാട്ടിലേക്ക് വരാം, ഇവിടെ സ്റ്റേ ചെയ്യാം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് മറ്റൊരു രീതിയിലേക്കാണ് ആവശ്യം. അതായത് ഞാനാണെന്ന് കരുതി സൈനയ്ക്കാണ് ഇവർ മെസ്സേജ് അയക്കുന്നത്. എല്ലാവരും സൈനയ്ക്കാണ് മെസ്സേജ് അയക്കുന്നതും വിളിക്കുന്നതും ഒക്കെ. അപ്പോൾ ഫോൺ എടുക്കുമ്പോഴേ സൈന പറയും ഇന്ന ആളാണ്, ദിത്യയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എന്നിട്ട് കൺഫേം ആകുന്ന ആളുമായിട്ട് ഞാൻ സംസാരിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അതിൻ്റെ ആവശ്യമുള്ള, കാരണം നമുക്ക് ഒരുപാട് കോളുകൾ വരുന്നതല്ലേ, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ കുറച്ച് പേര് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു കാര്യം ജെനുവിനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉദ്ദേശമുണ്ട്. മറു സൈഡിലിരിക്കുന്ന ആൾ എപ്പോഴാണോ ഉറങ്ങുക, അല്ലെ എപ്പോഴായിരിക്കും അവർ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളൊരു കാൽക്കുലേഷൻ ഇല്ലേ. ഇത് കുറച്ച് ആണുങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഒരു 12 മണി കഴിയുമ്പോൾ, അല്ലെ ഒരു 2 മണി 3 മണി സമയത്ത് കണ്ടിന്യൂസ് വിളിക്കുക. അപ്പോൾ എന്ത് പറ്റി, സൈനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി. പുള്ളിക്കാരിക്ക് ചെറിയൊരു കാര്യത്തിൽ ഭയങ്കര ടെൻഷൻ ആവുന്ന ആളാണ്. ഞാൻ എന്തെങ്കിലും ഒക്കെ വിട്ട് കളയും, പക്ഷേ പുള്ളിക്കാരിക്ക് അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് ടെൻഷനാകും. എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങളോ അല്ലെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഭയങ്കര ടെൻഷനാകും. ഇത് മോശം മെസ്സേജുകൾ, പിന്നെ വോയിസ് മെസ്സേജുകൾ, കോളുകൾ. അപ്പോൾ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിട്ട് പുള്ളിക്കാരി കിടന്ന്, അതായത് ഒരു 10 മണിക്ക് ശേഷം ഫോണങ്ങ് സൈലൻ്റ് ആക്കും. രാവിലെ എണീക്കുമ്പോൾ ഫോൺ നിറയെ കോളുകളും കാര്യങ്ങളും. അപ്പം ഇത് ജെനുവിനായിട്ടുള്ള കോളാണോ, ഈ പുറത്തുള്ള ആൾക്കാർ നാട്ടിലെ ലീവിന് വരുന്നതിൻ്റെ കാര്യം പറയാൻ അവിടുത്തെ ടൈം വ്യത്യാസം ഉണ്ടല്ലോ. 1-2 കോള് വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് മനസ്സിലായി ഇത് അസുഖം വേറെയാണ്. അതായത് പരസ്യമായിട്ട്, അതായത് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, പിന്നെ എനിക്ക് മറ്റ് ദുസ്വഭാവങ്ങളൊന്നുമില്ല, അവിടെ വന്നു കഴിഞ്ഞാൽ പെണ്ണിനെ കിട്ടുമോ, ഇങ്ങനെ പബ്ലിക്കായിട്ട്, അതായത് സ്വന്തം ഫോൺ നമ്പറിൽ നിന്നും മറ്റൊരാളുടെ അടുത്ത് വിളിച്ച് ചോദിക്കണമെങ്കിൽ എത്രത്തോളം ധൈര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരിതൊക്കെ ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ബിഹേവിയർ. പിന്നെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ക്യാഷ് എനിക്കൊരു പ്രശ്നമേ അല്ല, നമ്മൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലുള്ളവരോ അല്ല ഇങ്ങനെ കുറച്ച് സംസാരിക്കാൻ മുന്നോട്ട് വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നാണ് ഇവർ കരുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ പേരുണ്ടെങ്കിൽ പോലും വളരെ മോശമായിട്ട്. അപ്പോൾ ഇവരെയൊക്കെ സൈന ബ്ലോക്ക് ചെയ്തപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ സൈന മാക്സിമം ആൾക്കാരനെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിൽ ഒരുപാട് പേര് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഇതിലൊരുത്തൻ വളരെ മോശമായിട്ട് തുറന്ന് ആവശ്യങ്ങളങ്ങ് പറയുകയാണ്, എന്താണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, എനിക്കിപ്പം മഞ്ഞൾപ്പൊടിയുടെ കാര്യത്തിനാന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തേക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്പറാണ്.
രാത്രിയിൽ അങ്ങനെ ആരെങ്കിലും വിളിക്കും, ഹലോ പറയുമ്പം ആളാണെന്ന് അറിയുമ്പോഴേ കട്ട് ചെയ്യും. അതിലും വരുന്നുണ്ട് കുറച്ച് ഇതുപോലെ മോശം കാര്യങ്ങൾ. അപ്പോൾ ഇത് കുറേ ആയി. അപ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞു ബ്ലോക്ക് ചെയ്താലും ഓക്കെ, ഇക്കനെ കൊണ്ട് വിളിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ സൈനേൻ്റെ അടുത്ത് വളരെ മോശമായിട്ട് ഞാനാണെന്ന് കരുതി സംസാരിച്ച ഒരു വ്യക്തിയെ ഇക്ക വിളിച്ച് തിരിച്ച് സംസാരിക്കുന്നതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. വളരെ ബീപ്പൊക്കെ ഇട്ടിട്ടാണ് പറയുന്നത്. ചിലർക്ക് തോന്നും പുള്ളിയും മോശമായിട്ടല്ലേ തിരിച്ചു പറയുന്നതെന്ന്. അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് മോശമായിട്ട് സംസാരിച്ചപ്പോൾ, ഞാനാണെന്നോ ആരാണെന്നോ കരുതിക്കോട്ടെ, മോശമായിട്ട് സംസാരിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് ഒരു ഭർത്താവാണ് കൊടുത്തേക്കുന്നത് തൻ്റെ ഭാര്യയോട് മോശം സംസാരിച്ച ഒരു ആണിൻ്റെ അടുത്ത്. അപ്പോൾ അതിൽ നമ്പർ ഹൈഡ് ചെയ്തു, ബീപ്പ് സൗണ്ട് ഒക്കെ ഇട്ട് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം. ഞാൻ സമ്മത് കേട്ടിട്ടില്ല. കുണാപ്പാ, നീ എന്തിനാടാ കണ്ണി കണ്ട നമ്പറേക്ക് വിളിച്ചിട്ട് എനിക്ക് മുട്ടണെന്നൊക്കെ പറയാൻ നിൽക്കണ്ട. വീട്ടിൽ വന്നടിക്കണ അറിയില്ല എനിക്കെന്നെ ആരാളെന്നാ ആരോടാ ഫോൺ വിളിച്ചിട്ട് എനിക്ക് കിട്ടണ നമ്പറുകളിൽ വിളിച്ചിട്ട് നീ കിട്ടുമെന്ന് ചോദിക്കോ? ഞാൻ വിടണ എന്റെ വീട്ടിലേക്കാളെ, വീട്ടിലേക്ക് ആള് വരണാണോടാ നിനക്ക്? ആളെന്നിട്ട് പറയാനുള്ളടാ, അത് നിന്റെ വോയിസ് അല്ലടാ. ആ കുടുംബം അത് ഞാൻ പറഞ്ഞ അനക്ക് ഉള്ളതാണെന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അനക്ക് ആ സാധനം ഉള്ളതാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. വിളിക്കണ്ട, നിക്കണ. ഞാൻ വീട്ടിലേക്ക് വരും, കട്ട് ചെയ്ത് ഞാൻ വീട്ടിലേക്ക് വരും. വീട്ടിലേക്ക് വരെ അടിക്കും ഞാൻ. ഇതാ ഈ വോയിസ് ആയിരുന്നണ്ട ഫാമിലി ഉള്ളവനെ. അനക്ക് മുട്ടണെങ്കിൽ എന്റെ കുടുംബത്തിൽ കയറാ. അനക്ക് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നീ അങ്ങ് കേറി ഉണ്ടാക്കുവോ? ഞാൻ വീട്ടിൽ കയറട്ടെ എന്നാ? ഞാൻ വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിക്കട്ടെ എന്റെ വീട്ടിലുള്ളവരോട്. നീ എന്ത് വിചാരിച്ചടാ? നിന്റെ വീടറിയില്ല, നിന്റെ നാടറിയില്ല, ഞാൻ ആരാന്നറിയില്ല, ഫേസ്ബുക്കിൽ കണ്ടല്ലേ, അതങ്ങ് പോയിക്കോളെന്ന് വിചാരിച്ചടാ എന്നെ? ഈ ചോദിച്ചതിന്റെ പെണ്ണിനോടല്ലേ? ഇനി മേലില് നീ ഒരു കോള് അനാവശ്യമായിട്ട് ഒരു വഴിക്ക് പോയിന്ന് അറിഞ്ഞു കഴിഞ്ഞാ. അപ്പോൾ ഈ ഇപ്പം നിങ്ങൾ കേട്ടതെന്ന് പറഞ്ഞത് ഒരു കോളിൻ്റെ മാത്രമാണ് നിങ്ങൾ ഈ കേട്ടത്. ഇതിൽ റിപ്ലൈ കൊടുത്ത കുറേ ഇക്ക കൊടുത്തിട്ടുണ്ട്, കുറേ കുഞ്ഞാവനെ കൊണ്ട് കൊടുപ്പിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചോദിക്കാനും പറയാൻ ആൾ വേണമല്ലോ. അല്ലാതെ നമുക്കിതിലിരുന്ന് ഞങ്ങൾ എങ്ങനെ എന്ത് റിയാക്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പെണ്ണുങ്ങൾ ഇതുപോലെ മുന്നോട്ട് വരുന്നുണ്ട് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സംരംഭം കൊണ്ട്. നമ്മൾ എന്ത് വിശ്വസിച്ചൊരു നമ്പർ അതായത് സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ആരും ആയിക്കോട്ടെ ഒരു നമ്പർ തരുമ്പോൾ വിളിച്ച് നിങ്ങൾ ഡയറക്റ്റ് അവർക്കൊരു വിലയിട്ട്, സാമ്പത്തികം പ്രശ്നമല്ല നീ കൂടെ പോരെ എന്നുള്ള രീതിയിൽ സംസാരിക്കണമെങ്കിൽ എത്രത്തോളം ധൈര്യം ആ വ്യക്തിക്കുണ്ടാവും. ഇതൊരിക്കലും എനിക്ക് തോന്നുന്നില്ല ആദ്യമായിട്ടായിരിക്കും ഇവരിത് ചെയ്യുന്നതെന്നുള്ളത്. ഇവർക്ക് വീട്ടിൽ ആൾക്കാരുണ്ട്, ഇവരുടെ വീട്ടിലെ ആൾക്കാരുടെ മുന്നിൽ ഇവർ വളരെ മാന്യരായ വ്യക്തികളായിരിക്കാം. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ, ദയവ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ അവരുടെ വഴിക്ക് വിടുക. നിങ്ങൾ സഹായിക്കേണ്ട, നിങ്ങളതിൽ അതിൻ്റെ പങ്കാളിയാകണ്ട, നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അവരെ ജീവിക്കാൻ അനുവദിക്കണം. ഞാനിത് ആ ഒരു സെൻസിലെടുത്ത് എനിക്ക് ടെൻഷനില്ല. കാരണം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞാലും എൻ്റെ ഫാമിലി പറഞ്ഞാലും അവർക്ക് എന്നെ അറിയാം. അവർ ആ ഒരു സെൻസിൽ അതെന്താണെന്നുള്ള രീതി റിയാലിറ്റി മനസ്സിലാക്കും. ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന ഒരു പെണ്ണിന് തുറന്നു പറയാൻ, തൻ്റെ ഭർത്താവിനോടോ കുടുംബത്തിലോ തുറന്നു പറയാൻ പേടിയാണെങ്കിലോ, തൻ്റെ സംരംഭം അവിടെ വെച്ച് നീരുമെന്നുള്ളൊരു ഭയം ഉണ്ടെങ്കിലോ അതോടുകൂടി കഴിഞ്ഞില്ലേ? അപ്പം ഞാൻ എല്ലാ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, ഇനിയും പലരും പല സംരംഭങ്ങളുമായിട്ട് മുന്നിൽ വരും. തൻ്റെ നമ്പർ, ID ഇതൊക്കെ കൊടുക്കുമായിരിക്കും, മെയിൽ ID ഒക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് വിളിച്ച് തോന്നിവാസം പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യുന്നതല്ല. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഒരു എന്താ പറയുന്നത്, മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഒരു വ്യക്തിയുടെ മാത്രമേ ഞാനിവിടെ കാണിച്ചിട്ടുള്ളൂ. അതും ഹൈഡ് ചെയ്തിട്ട് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇത്തവണ എന്തോ എനിക്ക് ഒന്നും ആളുടെ പേരോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ ഒന്നും പുറത്ത് പറയാൻ തോന്നുന്നില്ല. കാരണം അവരുടെ കുടുംബത്തിൽ മറ്റാളുകളുണ്ട്. അവരെ ചെയ്ത ആളെ ഉദ്ദേശിച്ചിട്ടല്ല. ആൾക്ക് ഫാമിലി ഉണ്ടാവാം, ഒന്നും അറിയാത്ത ഭാര്യയും മക്കളും അമ്മയൊക്കെ ഉണ്ടാവാം. അവർ മറ്റുള്ളവരുടെ മുന്നിൽ സമൂഹത്തിൽ ഇറങ്ങി നടക്കേണ്ടതാണെന്നോർത്ത് ഒരു തവണ നമ്മൾ ചാൻസ് തരികയാണ്. ഇത് പലർക്കും ഉള്ള മുന്നറിയിപ്പാണ്. നിങ്ങൾ പല പെണ്ണുങ്ങളോടോ പലരോടും ഇതൊക്കെ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾ എക്സ്പോസ് ആവും.
അതോടുകൂടി തീരും നിങ്ങളുടെ അഹങ്കാരം. എത്ര ആവേശത്തോടുകൂടി വില പറയാൻ വേണ്ടി, അതായത് നമുക്ക് വില പറഞ്ഞ ഒരുത്തനാണിപ്പോൾ ആ സമതിക്ക വിളിച്ച് സംസാരിച്ചപ്പോൾ സോറി പറഞ്ഞു. അയാൾക്ക് എന്തിനോ ആണുങ്ങളെ വിളിച്ചപ്പോൾ ആ ധൈര്യമില്ല. എന്തുകൊണ്ട് പറയുന്നില്ല ഞാൻ ഇന്ന കാര്യത്തിനാണ് വിളിച്ചത്, എന്തുകൊണ്ട് ധൈര്യമായിട്ട് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറക്കി പുറപ്പെടുന്നവർ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ എന്ത് ചെയ്താലും 1, 2, 3 തവണയൊക്കെ നിങ്ങൾ രക്ഷപ്പെട്ടു പോവായിരിക്കാം. പല പെണ്ണുങ്ങളടുത്ത് മോശം പറഞ്ഞ് അവർ സൈലൻ്റായിട്ട് ഇരിക്കുമായിരിക്കാം. പക്ഷെ നാളെ ഒരിക്കൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേരും വിവരവും എല്ലാം പുറത്തു വന്ന് നിങ്ങൾക്ക് കുടുംബത്തിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ നിങ്ങൾ എക്സ്പോസ് ആയിരിക്കും. അതങ്ങനെ വരുള്ളൂ. കാരണം പലരുടെയും വലിയ സ്വപ്നങ്ങളായിരിക്കും ഓരോ സംരംഭം തുടങ്ങുന്നതും അതിന് പിന്നിലുണ്ടാവുന്ന കഷ്ടപ്പാടുകളും ഒക്കെ. നിങ്ങൾ വെറുതെ ഇരുന്ന് ഏതെങ്കിലുമൊക്കെ നമ്പറിൽ നിന്ന് വിളിക്കുന്നു, വളരെ മോശം പറയുന്നു, അവിടെ ആ പെൺകുട്ടിയുടെ ഒരു കോൺഫിഡൻസിനെ ഉണ്ടല്ലോ, പെണ്ണുങ്ങളുടെ കോൺഫിഡൻസിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. കാരണം അവർക്ക് പിന്നീട് പേടിയാണ് മറ്റുള്ള കോളുകൾ എടുക്കാനും. അയ്യോ ഞാനീ ചെയ്തത്, ചിലപ്പോൾ അവർക്ക് ആകെ ഒരു നമ്പറേ ഉണ്ടാവുള്ളൂ, ആ ഒരു പേഴ്സണൽ നമ്പറായിരിക്കും കൊടുക്കുന്നത്. നാളെ ഇതൊരു ഉപദ്രവമായോ എന്താ? കാരണം വീഡിയോ ഫേസ്ബുക്കിൽ വന്നു കഴിയുമ്പോൾ എന്തായാലും കുറേ കോൾസ് വരും, അത് നമുക്കറിയാം. നമ്മൾ പ്രതീക്ഷിക്കുന്നതുകൊണ്ട് കോൾസ് വരും എന്നുള്ളതറിയാം. പക്ഷേ എത്ര ധൈര്യത്തിലായിരിക്കാം മെസ്സേജ് അയക്കുകയോ ഫേക്ക് ഐ ഡി ഒക്കെ ഓക്കെയാണ്. പക്ഷേ സ്വന്തം നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് അത്ര ധൈര്യമായിട്ടൊരു പെണ്ണിന് വില പറയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി, ഇവരുടെയൊക്കെ എന്ത് ചിന്താഗതി, ഇവരുടെയൊക്കെ എന്ത് മനസ്സാണ് ഇവരുടെയൊക്കെ ഉള്ളതെന്നുള്ളത്. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരോടും എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, നിങ്ങളിത് റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പം എന്തിന് പിന്നെ ഇത്ര ബുദ്ധിമുട്ടി സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്നു, എന്താണ് ഇതിൻ്റെ ആവശ്യം, ഇങ്ങനെയുള്ള രീതിയിൽ ചിന്തിക്കാണ്ട് നമ്മളൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത് വന്ന ആൾക്കാരാണ്. ഒരു റിയാക്ഷൻ വീഡിയോ ഒക്കെ വന്നാലും നമുക്കിപ്പം നമുക്കെതിരെയാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മളത് ഫേസ് ചെയ്ത് കവർ ചെയ്തങ്ങ് പോവും. പക്ഷേ ഇങ്ങനെ അനുഭവങ്ങളുണ്ടായിട്ട് മിണ്ടാതെ ഇരിക്കുന്ന പെൺകുട്ടികളുടെ അല്ലെ സ്ത്രീകളുടെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. ആരോടും പറയാൻ പറ്റാണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇവരെന്താ കുറേ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും ഒരു സംരംഭം തുടങ്ങുന്നത്. അതിൽ തുടക്കത്തിലെ തന്നെ കുറച്ച് ആണുങ്ങൾ ഇങ്ങനെ വിളിച്ച് വളരെ മോശം പറയുകയും കണ്ടിന്യൂസ് ശല്യമാവുകയും ചെയ്യുമ്പോഴത്തേക്ക് എത്ര നഷ്ടം, ഒന്ന് സാമ്പത്തിക നഷ്ടം, ഒന്ന് ഇവരുടെ മാനസിക നഷ്ടം, പിന്നെ എങ്ങനെ മുന്നോട്ട്. എനിക്ക് ഒരുപാട് പെണ്ണുങ്ങളെ അറിയാം ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്സുകൾ നോക്കി ഏതെങ്കിലുമൊക്കെ വഴിയിൽ അതൊന്ന് പ്രൊമോട്ടായിട്ട് അവർക്കൊന്ന് മുന്നോട്ട് പോകണം. അത് ശരിക്കും പറഞ്ഞാൽ ജീവിക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നൊരു കാര്യം, സോഷ്യൽ മീഡിയ ഉള്ള എല്ലാവർക്കും പിന്നെ സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്യണമെന്നോ അല്ലെ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നോ മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരല്ല. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ എല്ലാവരെയും ആ ഒരു രീതിയിൽ കാണരുത്. നിങ്ങൾ ഓർക്കുക, ഒരാളിപ്പോൾ ഒരു മഞ്ഞപ്പൊടി അല്ലെ മുളക് പൊടി അല്ലെ ഒരു തുണിയുടെ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മാന്യമായി മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ സോഷ്യൽ പ്ലാറ്റ്ഫോമിലും സബ്സ്ക്രിപ്ഷൻ പോലെയുള്ള അവസരങ്ങളുണ്ട്. അവർക്ക് എക്സ്പോസ് ചെയ്യാനും മറ്റ് രീതികളിൽ പൈസ ഉണ്ടാക്കണമെങ്കിലോ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവരും ഉണ്ടായിരിക്കാം. എനിക്ക് അറിഞ്ഞുകൂടെ, ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ഞാൻ കേട്ടിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഞാൻ ഒന്നിലും ഇല്ല എങ്കിൽ പോലും നമ്മൾ ഈ കാണുന്നതല്ലേ ഓരോരുത്തർ ട്രോൾ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ സബ്സ്ക്രിപ്ഷനിലൊക്കെ കൂടുതലും ഞാൻ ട്രോളൊക്കെ കണ്ടിട്ടുള്ളതായതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസാണ് സബ്സ്ക്രിപ്ഷനിൽ ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ്. അല്ലാതെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം, പക്ഷേ അതൊന്നും ആരും റിയാക്ട് ചെയ്യാത്തത് കൊണ്ടും നല്ല രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവരെ ആരും റിയാക്ട് ചെയ്യുകയോ ട്രോൾ ചെയ്യുകയോ ചെയ്യാത്തതുകൊണ്ടും നമ്മളെപ്പോലുള്ളവർ അറിയാറില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പൈസ ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെയുള്ള വല്ല വഴിയും നോക്കിയാൽ പോരായിരുന്നോ? അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ സംരംഭങ്ങൾ ചെയ്യുന്നവർ കഷ്ടപ്പെട്ട് വേർത്ത് ബുദ്ധിമുട്ടി തന്നെയാണ് സമ്പാദിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരാളുടെ മുഖമാണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു കുടുംബം ഉണ്ടാവുക, ഒരു നാടുണ്ടാവുക, ഒരുപാട് കർഷകരുണ്ടാവുക, ഞങ്ങളുടെ ഒക്കെ അധ്വാനത്തിനെയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ പാവങ്ങൾ കുറച്ച് ആൾക്കാരുള്ളവരൊക്കെ ജീവിച്ച് പൊയ്ക്കോട്ടെ. നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കുക. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, ഇനി ഇങ്ങനെയുള്ള കോളുകളൊക്കെ വരികയാണെന്ന് വെച്ചാൽ നമ്മൾ പറയാതെ ഇവരെ എക്സ്പോസ് ചെയ്തു, അവർക്കൊരവസരം കൊടുത്തില്ല എന്ന് നാളെ പറയരുത്. അതിന് നമ്മൾ മുന്നേ അറിയിക്കുകയാണ്. മോശമായിട്ട് നമ്മളോട് പെരുമാറുമ്പോൾ തിരിച്ചും നമ്മൾ മോശമായിട്ട് പെരുമാറും എന്നുള്ളത് കരുതിയിരിക്കുക. ചിലപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ മുഖം തുറന്ന് കാട്ടുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടായിരിക്കും. ഇപ്പോൾ അറിയാമല്ലോ, എളുപ്പമാണ് ഒരാളെ നമുക്ക് ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാനും ഒക്കെ. നമ്മളാരെയും വെല്ലുവിളിക്കുകയോ ഒന്നുമല്ല, മാന്യമായിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരെ ജീവിക്കാൻ വിടുക. ഓർക്കുക, ഇന്ന് മറ്റൊരാളുടെ കുടുംബത്ത് കയറി നിങ്ങൾ കളിച്ചാൽ നാളെ നിങ്ങളുടെ കുടുംബത്ത് വന്ന് ചോദിക്കാനും ആൾക്കാരുണ്ടാവും.
ഇത്രയൊന്നും മനസ്സിലാക്കുക. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ഈ പറയുന്നത്, എന്നെപ്പോലെ സോഷ്യൽ മീഡിയയിലൂടെ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയും കൂടെയാണ് ഞാൻ പറയുന്നത്. ഇത് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്, എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ എത്രയാണെന്നും വെച്ച് നമ്മൾ ഇഗ്നോർ ചെയ്യും. പലരും പറയും ബ്ലോക്ക് ചെയ്യുക, ഇഗ്നോർ ചെയ്യുന്നു. എത്ര തവണ, എത്ര പേര്? അതിൽ നല്ലത് നിങ്ങൾ സ്വയം ഒരു അപ്പം എന്നെ ഒരാൾ ശല്യം ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ ഒരാൾ എന്നെ മാത്രമായിരിക്കത്തില്ല ഈ ശല്യം ചെയ്യുന്നത്, ഒരുപാട് പേരെ ചെയ്യുന്നുണ്ടാവും. അപ്പം ഞങ്ങൾ ഓരോരുത്തരും ബ്ലോക്ക് ചെയ്യുന്നതിനെക്കാട്ടി നല്ല ഈ ഒരു വ്യക്തിക്ക് അതങ്ങ് മാന്യമായിട്ട് അങ്ങ് ഇരുന്നാൽ പോരെ, വേറെ വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്തിനാ അവരുടെയൊക്കെ മുന്നിൽ നിങ്ങളുടെ ഉള്ള വില കളയുന്നത്? അല്ലെങ്കിൽ തന്നെ മറ്റൊരാളുടെ ലൈഫിൽ ഇടപെടാൻ എന്ത് അവകാശമാണ് നിങ്ങൾക്കുള്ളത്? അപ്പോൾ എനിക്കിതേപ്പറ്റി ആധികാരികമായിട്ടൊന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. മനസ്സിലായവർ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ഈ ചെറിയ സംരംഭത്തിൽ പങ്കാളിയാവുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ ഈ മഞ്ഞപ്പൊടിയുടെ കാര്യം തുടങ്ങിയപ്പോൾ ആദ്യം വന്ന വോയിസ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ചേച്ചി അയച്ചത്, മോളെ എനിക്ക് ഇത്ര മഞ്ഞപ്പൊടി വേണം, എനിക്ക് വേണ്ടിയിട്ടല്ല, നീ ഒരു സംരംഭം തുടങ്ങിയതല്ലേ, നിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചേച്ചിമാർ, ഫാമിലി ആയിട്ടുള്ളത്, ചേട്ടന്മാർ, കുറേ ആൾക്കാർ. അത് ഞാൻ പറയട്ടെ, അത് 1 കിലോ 2 കിലോ 5 കിലോ മഞ്ഞൾപ്പൊടി വരെ എൻ്റെ നിന്ന് മേടിച്ച ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ വീട്ടിൽ 100 ഗ്രാം മഞ്ഞൾപ്പൊടി ഉണ്ട്, ഒരു മാസമൊക്കെ സുഖമായിട്ട് പോകുന്ന. പക്ഷെ നമ്മളൊന്ന് രക്ഷപ്പെട്ടോട്ടെ, നമ്മളൊരു നല്ല സംരംഭം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വാങ്ങുന്നതാണ്. വാങ്ങിച്ചവർ തന്നെ പലർക്ക് റെക്കമെൻഡ് ചെയ്ത് അങ്ങനെ പോകുന്നു. അപ്പോൾ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് കുറേ ആൾക്കാർക്ക് നമ്മൾ കൊടുത്തു, കുറേ ആൾക്കാർക്ക്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും ഇങ്ങനെ കുറേ പേര് നമ്മളെ തളർത്താൻ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഞാനങ്ങ് മുന്നോട്ട് പോകും. ഞാൻ പോസിറ്റീവ് സൈഡ് നോക്കി മുന്നോട്ട് പോകും. പക്ഷേ ഇത് പറ്റാത്ത ആൾക്കാരും എനിക്കിപ്പോൾ ഞാൻ പറയട്ടെ, എനിക്കിപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ എനിക്ക് കോഴി അല്ലെങ്കിൽ പോത്തല്ലെങ്കിൽ മഞ്ഞൾ അല്ലെങ്കിൽ പച്ചക്കറി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഞാനത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ഇത് പറ്റാത്ത എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ടാവാം. കുറച്ച് ഫോളോവേഴ്സിനെ മാത്രം വെച്ച് അതിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു വരുമാനം കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ എനിക്ക് കുറച്ച് ആൾക്കാരെ അറിയാം, ഇങ്ങനെ മോശം അനുഭവം ഉണ്ടായിട്ടുള്ള സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ എനിക്കറിയാം. നമ്മളുമായിട്ടൊക്കെ പരിചയമുള്ള പുതിയ യൂട്യൂബേഴ്സും അങ്ങനെയുള്ള ആൾക്കാരില്ലേ. അപ്പോൾ അവരൊക്കെ ജീവിക്കട്ടെ, ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളതല്ലേ. അപ്പോൾ എങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് കരുതിക്കൊണ്ട് ടാറ്റാ.